നമസ്കാരം, ഫാർമ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് ശ്രീ OC നവീൻചന്ദ് സാറാണ്. സർ, കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഇൻസ്പെക്ടേഴ്സിന്റെ നിയമനം ഒരു യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഡ്യൂട്ടികൾ എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ജനുവരി 6 മുതൽ സംസ്ഥാനത്തെ പുതുതായി നിശ്ചയിച്ചിട്ടുള്ള ഫാർമസി കൗൺസിൽ ഇൻസ്പെക്ടർമാർ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ഫാർമസി കൗൺസിൽ ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? ഫാർമസി കൗൺസിൽ ഇൻസ്പെക്ടർമാരുടെ ഡ്യൂട്ടി എന്നത് സംസ്ഥാനത്തെ മെഡിക്കൽ ഷോപ്പുകൾ, ഡ്രഗ് ലൈസൻസ് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി ഫാർമസി ആക്ടിൻ്റെ ലംഘനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധന നടത്തുകയും ലംഘനങ്ങൾ എവിടെയെങ്കിലും കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് കൗൺസിലിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും അതിനനുസരിച്ച് ഗുരുതരമായ തെറ്റുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ കൗൺസിൽ ഫാർമസിസ്റ്റുമാരെ വിളിച്ചു വരുത്തി തക്കതായ ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ നടപടിക്രമം. സർ, ഈ ഫാർമസി ആക്ടിൻ്റെ ലംഘനം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? അതിൽ ഫാർമസിസ്റ്റ് നിർബന്ധമായും അവിടെ പ്രസൻ്റ് ആയിരിക്കണം. എപ്പോഴൊക്കെ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്നുണ്ടോ ആ മുഴുവൻ സമയ ഫാർമസിസ്റ്റ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഫാർമസിസ്റ്റ് യൂണിഫോമിലാണോ, അദ്ദേഹം ഫാർമസിസ്റ്റ് ആണെന്ന് തെളിയിക്കുന്നതിൻ്റെ ആവശ്യമായിട്ടുള്ള ഫാർമസി കൗൺസിലിൻ്റെ ID കാർഡ് അദ്ദേഹം ധരിച്ചിട്ടുണ്ടോ, അതുപോലെ അദ്ദേഹത്തിൻ്റെ രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ, ഇത്യാദി കാര്യങ്ങളൊക്കെ തന്നെ പരിശോധന നടത്തുക എന്നുള്ളതാണ് ഫാർമസി കൗൺസിൽ ഇൻസ്പെക്ടർമാരുടെ മുഖ്യ ചുമതല. അതോടൊപ്പം തന്നെ ചില ഫാർമസിസ്റ്റുമാർ ഒരു സ്ഥാപനത്തിൽ ഡിക്ലറേഷൻ കൊടുക്കുകയും മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതായും ചില സ്ഥലങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. ഇത്തരം കണ്ടെത്തിയ കേസുകളിൽ ഫാർമസി കൗൺസിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 1 വർഷത്തോളം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെങ്കിൽ ഒരിക്കലും ഒരു എത്തിക്സ് അനുസരിച്ചല്ല, എത്തിക്സിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഫാർമസിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും. ഇനി അങ്ങോട്ടും ഈ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇൻസ്പെക്ടർമാർക്ക് കർശനമായി നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. താങ്ക് യു സർ. ഫാർമ ന്യൂസിനോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. ഇനി പുതിയൊരു വീഡിയോയുമായി വരും വരെ സൈൻ ഓഫ്.